കോൺഗ്രസും ബിജെപിയും തിരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങി കളിക്കേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി തുടങ്ങി. കോൺഗ്രസിന് പിന്നാലെ ബിജെപിയുടെ പ്രകടന പത്രികയും മുദ്രാവാക്യങ്ങളും പുറത്തിറങ്ങിയതോടെ തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളുടെയും പ്രധാന പ്രചാരണ വിഷയ ചിത്രത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ നടപ്പാക്കും എന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ ശീർഷകം. എന്നാൽ ഇതിനെ നേരിടാൻ ഉറച്ച ഭാരതം, സുശക്ത ഭാരതം എന്ന തലക്കെട്ടുകളിലൂടെയാണ് ബിജെപി ഇതിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ഇനി നീതി ഉണ്ടാകുമെന്ന കോൺഗ്രസ് പ്രചാരണ മുദ്രാവാക്യത്തിന് ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്നാണ് ബിജെപിയുടെ മറുമൊഴി. ജനസംഖ്യയുടെ 20% വരുന്ന ദരിദ്രർക്ക് വർഷം 72,000 രൂപ നേരിട്ട് അക്കൗണ്ടിൽ നൽകുമെന്ന കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിക്ക് ബിജെപിയുടെ ബദൽ നേരത്തെ പ്രഖ്യാപിച്ച 6,000 രൂപ നിബന്ധനകളില്ലാതെ എല്ലാ കർഷകർക്കും നൽകുമെന്നതാണ്. ഭീതിയോടുള്ള അസഹിഷ്ണുതയും ദേശീയതയുമാണ് ബിജെപി പ്രകടന പത്രികയുടെ കേന്ദ്ര ബിന്ദുവെന്ന് പത്രികാ സമിതി തലവൻ രാജ്നാഥ് സിംഗ് പറയുന്നു. ന്യായ് പദ്ധതിയാണ് കോൺഗ്രസിന് പ്രധാനമെന്ന് രാഹുലും വ്യക്തമാക്കുന്നു. മിനിമം വരുമാന പദ്ധതി മാത്രമല്ല കോൺഗ്രസ് ന്യായ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മോദി സർക്കാരിന് കീഴിൽ സർവ്വ മേഖലകളിലും നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് കൂടിയാണ്. ന്യായത്തിന്റെ ഈ ഇരട്ടയർത്ഥത്തിൽ കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസിന്റെ പ്രചാരണം. കഴിഞ്ഞ 5 വർഷം മോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളിലൂന്നി ദൃഢനിശ്ചയമുള്ള സർക്കാരിന് ഒരവസരം കൂടി എന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത്. എന്നാൽ പ്രചരണ യുദ്ധം ഇങ്ങനെയാണ്. ബിജെപിയുടേത് മുദ്രാവാക്യം ഒരിക്കൽ കൂടി മോദി സർക്കാർ വരണം എന്നത് തന്നെയാണ്. ഗാനം മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അടങ്ങിയ 3 മിനിറ്റുള്ള പാട്ട്. വിവരണം ഭീകരതയ്ക്കെതിരെ സന്ധിയില്ല, ദേശീയത NDAയുടെ ഭരണ നേട്ടം. എന്നാൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം ഇനി നീതി ഉണ്ടാകുമെന്നാണ്. ഗാനം സാധാരണക്കാർക്കുള്ള വാഗ്ദാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പാട്ടുകൾ. വിവരണം ദരിദ്രന് 72,000 രൂപ, യുവാക്കൾക്ക് ജോലി, സ്ത്രീകൾക്ക് സുരക്ഷ. എന്തായാലും കോൺഗ്രസിന്റെ ബിജെപിയുടെ പ്രകടന പത്രികകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ദേശീയതയിലും ഹിന്ദുത്വത്തിലും വികസനത്തിലും ഊന്നിയുള്ള ബിജെപിയുടെ പ്രകടന പത്രിക ഏറെ ശ്രദ്ധേയമാവുകയാണ്. എന്തായാലും 2014 തിരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കിയിട്ടാണോ ബിജെപിയുടെ പുതിയ പ്രകടന പത്രിക എന്ന ചോദ്യവും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.